CITU ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തന്നെ തിരഞ്ഞെടുത്തുന്ന പ്രചാരണം നിഷേധിച്ച് PK ശശി. താൻ വഹിക്കാത്ത ചുമതല തന്റെ പേരിൽ കെട്ടിവെച്ച് പ്രചരിപ്പിക്കുന്നത് തന്നെ നന്നാക്കാനല്ലെന്നും PK ശശി പറഞ്ഞു. PK ശശി CITU ദേശീയ വർക്കിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന ഒരു വിഭാഗവും ഇല്ലെന്ന് പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗവും പ്രചരിപ്പിച്ചിരുന്നു. മലബാർ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു PK ശശി. പിന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളുണ്ടായ ചില സോഷ്യൽ മീഡിയ വിവാദങ്ങളുണ്ട്. അതായത് PK ശശി CITUവിൻ്റെ പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു വിഭാഗവും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന മറ്റൊരു വിഭാഗവും വലിയ വിവാദമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാറിന് എന്താണ്, സാർ തന്നെ അതൊന്നൊരു വ്യക്തത യഥാർത്ഥത്തിൽ എന്നോട് ആളുകൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവാദത്തെ പറ്റി നോക്കുന്നത്. എനിക്കറിയില്ല ഈ വിവാദം നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനിത് നോക്കാറില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആരാണ് ഞാൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ ഞാൻ CITUവിൻ്റെ ആൾ ഇന്ത്യ കൗൺസിൽ മെമ്പറാണ്. അത് കേരളത്തിൽ നിന്ന് ഉള്ള സ്റ്റേറ്റ് ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള ഞാൻ CITUവിൻ്റെ ആൾ ഇന്ത്യ കൗൺസിൽ മെമ്പറാണ്. വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ല ഞാൻ. പിന്നെ ഈ വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ ഇതല്ല, ഞാൻ ഇതാണ് എന്നും പറഞ്ഞ് വാർത്ത കൊടുക്കേണ്ട ഒരു കാര്യം എനിക്കില്ലല്ലോ. ഓരോരുത്തരും ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ ഭാവനാവിലാസത്തിനനുസരിച്ച് ഓരോന്നും ഇങ്ങനെ എഴുതി വിടുകയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ ഏതെങ്കിലും ആളോട് ഞാൻ CITUവിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞ എന്തായിരിക്കും? CITUവിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിയാണ്. ഇത് പറയാറുണ്ട്. CITUവിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിയായിട്ട് എനിക്ക് ചുമതലയുള്ള ജില്ലകളിൽ ഞാൻ പോകാറുണ്ട്. ഇപ്പം മലപ്പുറത്ത് ഇതിൻ്റെ അടുത്ത് ഞാൻ ഈ വിശാഖപട്ടണത്ത് പോകുന്നതിൻ്റെ 4 ദിവസം 5 ദിവസം മുമ്പാണ് ഈ ഫെബ്രുവരി 12 പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മലപ്പുറം ജില്ലാ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തു. അതിന് തീരുമാനിച്ച പരിപാടികളിലൊക്കെ ഞാൻ പോകാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പണിമുടക്കിൽ ഞാൻ തിരുവനന്തപുരത്ത് രാജഭവൻ്റെ മുമ്പിലുള്ള സമരത്തിലായിരുന്നു ഞാൻ പങ്കെടുത്തത്. അപ്പോൾ ഇല്ലാത്ത പദവികൾ എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ ചില ആളുകൾ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ പോലും സതുദ്ദേശപരമല്ല. അത് എന്നെ നന്നാക്കാനല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ വഹിക്കാത്ത സ്ഥാനങ്ങളിൽ ഞാനുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്നെ നന്നാക്കലല്ല. അതിൻ്റെ പിന്നൊരു ദുരുദ്ദേശം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥാനം എനിക്കുണ്ട് എന്ന് പ്രചരിപ്പിക്കേണ്ട കാര്യം എന്താ അവർക്കുള്ളത്? ഞാൻ ആരോടെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഒന്നുമില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണ്. ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ പിന്നെ കുറച്ച് ആളുകൾ കൂടുന്നു. ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ പോകുമ്പോൾ നിങ്ങളെല്ലാം അവിടെ തട്ടിക്കൂടണം എന്ന് ഞാൻ പറയാറില്ലല്ലോ. ഒരാളോടും പറയാറില്ല. ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം പിന്നെ പന്തളിക്ക് നമ്മളെ ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഞാനവിടെ ചെല്ലും. അപ്പോൾ 6 മണി തന്നെ പറഞ്ഞു എൻ്റെ ഓർമ്മ അല്ലേ. അപ്പോൾ എന്തോ കലാപരിപാടിയൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പോകും. പോകുമ്പോൾ കുറേ ആളുകൾ പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നവന് ഞാൻ ഉത്തരവാദിയല്ല. അതൊന്നും ഒരു പക്ഷമായി ദയവ് ചെയ്ത് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. എനിക്ക് അങ്ങനെ ഒരു പക്ഷത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ താമസിക്കുന്നത് ഈ ഗ്രാമത്തിലാണ്. എൻ്റെ നാട് എറണാകുളം പോലെയോ ഒന്നും ഉള്ളൊരു പട്ടണമൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ ഒരു സാമൂഹ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ പരസ്പരമുള്ള ഇതാണ്. അതിനൊരു സുഖമുണ്ട്. ഞങ്ങളുടെ ഒരു പരസ്പര ബന്ധത്തിലും ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതത്തിനും ഒരു നഗരത്തിലെ ജീവിതത്തിനും കിട്ടാത്തൊരു മാധുര്യവും ഒരു സുഖവും ഞങ്ങൾക്കുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന ഞാൻ അത്യാവശ്യം ചില പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അപ്പോൾ ആളുകൾ ഇടയ്ക്ക് വരും. ആളുകൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. ചില ആളുകൾ ബോധപൂർവം ഒരു വാർത്തയാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്നവരുണ്ടാവും. ചില ആളുകൾ എന്നോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ട് വരുന്നവരുണ്ടാവും, സ്നേഹം കൊണ്ട് വരുന്നവരുണ്ടാവും. അപൂർവം ചില ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടിയ ആളുകൾ. ഇപ്പം ഈ സഹായം കിട്ടിയ ആളുകളെല്ലാം എല്ലാ കാലത്തും അവർ നന്ദി കാണിച്ചു കൊള്ളുന്നൊന്നുമില്ല, അതില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇന്നിപ്പോൾ ഞാനൊന്ന് പുറത്തു പോകും. അപ്പോൾ ഇന്നലെ ഈ ഒരൊറ്റ ദിവസം അനവധി കേസുകളിൽ ഇടപെട്ടു. ഈ ഒരൊറ്റ കേസ്, നേരത്തെ പറഞ്ഞ കേസിൽ അതൊഴിച്ച് ബാക്കിയുള്ള സകല കേസുകളിൽ ഇടപെട്ടു. ആവശ്യമായ സഹായം കൊടുത്തു. അതിനകത്ത് വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു, ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഈ പന്തളുടെ കാര്യത്തിൽ തന്നെ അതിൻ്റെ തലത്തലേ ദിവസം എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു വിഷയത്തിൽ പന്തളിക്ക് വേണ്ടി
ഇടപെടുകയുണ്ടായി. അപ്പോൾ ബന്ധപ്പെട്ട ആൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും അതിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുന്ന ആളുടെ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചിട്ടില്ല, എന്ന് ചോദിച്ചിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾ ഏത് ജാതിപ്പെട്ട, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടതാണ്, ആയുസ്സിൽ ഞാൻ ചോദിച്ചിട്ടില്ല. വരുന്ന ആൾ നമ്മളെ വിശ്വസിച്ചിട്ട് വരികയാണ്, ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വരിക, സഹായിക്കുമെന്നൊരു തോന്നലാണ്. അപ്പോൾ ആ സഹായം കൊടുക്കുക. ഇപ്പോൾ ഒരു കേസ് പറഞ്ഞു, ഒരു വളരെ ഗൗരവമായൊരു അസുഖത്തിന് വിധേയമായിട്ടുള്ളൊരു ഒരു കുട്ടി ഇവിടെ മണ്ണാർക്കാട് ഒരു വിവരം കിട്ടി. അപ്പോൾ ഞാൻ ചില ആളുകളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം, എൻ്റെ വകയും ഞാൻ സഹായിക്കും. കാരണം നമ്മളത് ചെയ്യും. പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ച് വരുമോ അതോ ജില്ലാ കമ്മിറ്റിയിലേക്ക്? അത് നോക്കൂ, അത് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, പാർട്ടി എടുക്കുന്ന തീരുമാനം നിലവിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ് എന്നുള്ളത് കൊണ്ട് പാർട്ടി എടുക്കുന്ന തീരുമാനം എനിക്കും ബാധകമല്ലേ, ബാധകമാണല്ലോ. അപ്പോൾ എന്നോട് ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ജോലി നിർവഹിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നിയോഗിക്കണം, എന്നെ നിയോഗിക്കണം, ഇന്ന കാര്യത്തിന് ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കൊരു നിയോഗം, എന്നെ നിയോഗിച്ചാൽ നിയോഗിച്ച കാര്യങ്ങൾ ഞാൻ നിർവഹിക്കും. നിയോഗിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, അത് ഞാൻ ചെയ്യാറില്ല, അതിൻ്റെ ഒരു സ്വഭാവമാണ്. സാറിൻ്റെ പ്രതീക്ഷ ഇനി എങ്ങനെയാണ്? പാർട്ടി പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കൂ? ഏത് പാർട്ടി ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടി ഇപ്പം നിലവിൽ ഞാൻ പ്രധാനപ്പെട്ട ചില ചുമതലകൾ നിർവഹിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പുറമെ വല്ല ചുമതലകളും ഏൽപ്പിക്കുന്നുണ്ടോ ഏൽപ്പിക്കുകയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഏൽപ്പിക്കുകയാണെങ്കിൽ ഏത് ജോലി എപ്പോൾ നിർവഹിക്കണമെങ്കിലും ആ ജോലി നിർവഹിക്കാൻ ഞാൻ നാളിതുവരെ തയ്യാറായിട്ടുണ്ട്. അത് ചെയ്യുന്ന അവസരത്തിൽ ഇടയ്ക്ക് തെറ്റുപറ്റാം, മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടാകാം. ആ തെറ്റ് ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ നല്ല സഹിഷ്ണുതയോടുകൂടി അത് അംഗീകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ സമീപനം. എനിക്കെതിരായിട്ടൊരു വലിയ വിമർശനം വന്നാൽ ആ വിമർശനത്തോട് അസഹിഷ്ണുത കാണിക്കാൻ ഞാൻ നേരെ തയ്യാറായിട്ടില്ല. ഇപ്പം പലരും അസഹിഷ്ണുത കാണിക്കുന്നവരാണ്. അവർക്കെതിരായിട്ടൊന്നും പറയാൻ പാടില്ല, പലർക്കെതിരായിട്ടൊന്നും പറയാം. എനിക്കെതിരായിട്ട് എന്തും പറയട്ടെ, ഞാൻ അസഹിഷ്ണുവാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അതിന് പിന്നെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ തെറ്റംഗീകരിക്കും. അതല്ലെങ്കിൽ എനിക്ക് നല്ല രൂപത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ന്യായീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നല്ല രൂപത്തിൽ മറുപടി പറയാൻ എനിക്ക് കഴിയും. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ നാവിൻ്റെ മൂർച്ചയും ഒന്നും ഒരു കാലത്തും ഞാൻ മരിക്കുന്നവരെ എൻ്റെ നാവിൻ്റെ മൂർച്ച കുറയില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, കാരണം ഞാൻ അങ്ങനെയാണ്, കൃത്യമായി മറുപടി പറയും എല്ലാ കാര്യങ്ങൾക്കും. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.